നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ വിട്ടുപോകാതെ മഴക്കലി. ഇനി വരാൻ പോകുന്നത് പെരുമഴക്കാലം, ഒപ്പം പുതിയൊരു ചുഴലിക്കാറ്റും അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇനി വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത്. വടക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇന്നും നാളെയും മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായേക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. പുതുതായി രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് ഡോൾഫിൻ ചുഴലിക്കാറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നതിന് പിന്നിൽ ശാന്തസമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ വിദൂര സ്വാധീനമാണ് ഉള്ളത്. ഈ ചുഴലിക്കാറ്റ് നേരിട്ട് ഇന്ത്യയോ കേരളത്തെയോ ബാധിക്കില്ലെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നതിനാൽ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തിന്റെ കാലവർഷക്കാറ്റിന്റെ നീക്കത്തെയും ബാധിക്കും. ഡോൾഫിൻ സൃഷ്ടിക്കുന്ന ന്യൂനമർദ്ദം കേരളത്തിലെ കാറ്റിന്റെ വേഗം കൂട്ടാനും കാരണമായേക്കും. അതായത് കേരളത്തിലും അതിന്റെ ഫലമായി ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട്, ഒപ്പം മഴയും. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ തമിഴ്നാട് തീരത്തെ ചക്രവാത ചുഴിയും പസഫിക് മഹാസമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഇവയുടെ സ്വാധീനം മൂലമാണ് കേരളത്തിലെ പല ജില്ലകളിലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അടുത്ത 3 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇതിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരാനുള്ള സാധ്യതയുള്ളത്. മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണം. ഈ ചുഴലിക്കാറ്റ് ശനിയാഴ്ചയ്ക്ക് ശേഷം ചൈനയിൽ കര തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിൽ ഇപ്പോഴും അതിന്റെ ഫലമായിട്ട് പല ഭാഗങ്ങളിലും മുന്നറിയിപ്പുണ്ട്. ഈ ചുഴലിക്കാറ്റ് ചൈനയിൽ കര തൊടുന്നതോടെയാണ് കേരളത്തിൽ ഇത് ദുർബലമാകും. അതോടുകൂടി മഴയുടെ ശക്തി കുറയും എന്നാണ് മുന്നറിയിപ്പ്. ഇതിനു പുറമെ ഫിലിപ്പീൻസിന് സമീപത്തായി കുജീര ചുഴലിക്കാറ്റുമുണ്ട്. ഈ ചുഴലിക്കാറ്റ് എന്നാൽ അതിശക്തമായിട്ടുള്ള ന്യൂനമർദ്ദമാണ്. മർദ്ദം കുറഞ്ഞ ആ പ്രദേശത്തേക്ക് ചുറ്റുപാടുമുള്ള കാറ്റ് വലിക്കപ്പെടും. അറബിക്കടലിലെ കാറ്റ് അങ്ങോട്ടേക്ക് പ്രവഹിക്കുമ്പോൾ കേരള തീരത്തും ശക്തമായ കാറ്റ് അനുഭവപ്പെടും. ഇത് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി മഴയാകും. അതിശക്തമായ ചുഴലിക്കാറ്റാണ് ഡോൾഫിൻ എന്നുള്ളത്. ജൂലൈ 27-നാണ് ഡോൾഫിൻ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. 29-ന് ഇത് മണിക്കൂറിൽ 165 കിലോമീറ്റർ വേഗമുള്ള സൂപ്പർ ടൈഫൂണായി മാറുകയായിരുന്നു. ഇപ്പോൾ 240 കിലോമീറ്റർ വേഗത വരെ കൈവരിച്ച അതിശക്തമായ കാറ്റായിട്ടാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടകാരിയാണ്. ഇത് ചൈനയിലോ ജപ്പാൻ തീരത്തോ കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജപ്പാനിലെ ഒക്സാവാര ദ്വീപുകളിൽ ഇതിനകം വീശിയടിച്ച ഈ കൊടുങ്കാറ്റ് ഒക്കിനാവ ദ്വീപുകളിലേക്കും തുടർന്ന് ചൈനയുടെ കിഴക്കൻ തീരങ്ങളിലേക്കും ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി വ്യക്തമാക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ മർദ്ദ വ്യത്യാസം കാരണം അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് പസഫിക്കിലേക്ക് വലിക്കപ്പെടുന്നു. ഇത് കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കാരണമാകുന്നു. ചുഴലിക്കാറ്റ് കര തൊട്ട് ദുർബലമായാൽ മാത്രമേ ഇനി കേരളത്തിലെ മഴയുടെ ശക്തി കുറയുകയുള്ളൂ. അല്ലാത്ത പക്ഷം കേരളത്തിൽ മഴയും ഉണ്ട്, ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. ഈ വർഷത്തെ 13ാമത്തെ കൊടുങ്കാറ്റായ ഡോൾഫിൻ ചുഴലിക്കാറ്റ് കിഴക്കൻ ചൈന കടലിലൂടെ നീങ്ങുന്നതിനാൽ ചൈനയിലും ഓറഞ്ച് വേവ് അലേർട്ടാണ് പുതുക്കിയിരിക്കുന്നത്. നാഷണൽ മറൈൻ എൻവയോൺമെന്റൽ ഫോർകാസ്റ്റിംഗ് സെന്റർ ഇന്ന് രാവിലെ 8 മണിക്കാണ് ചൈനയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യത്ത് തിരമാലകൾക്ക് പൊതുവെ 4 തലങ്ങളിലുള്ള മുന്നറിയിപ്പ് സംവിധാനമുണ്ട്. ഇതിൽ ഏറ്റവും ഉയർന്നതിന് റെഡ് അലേർട്ടാണ്. പിന്നീട് ഓറഞ്ച്, മഞ്ഞ, നീല എന്നിവയാണ് ചൈനയിൽ സാധാരണ നൽകാറുള്ള അലേർട്ടുകൾ. ഇന്ന് രാവിലെ മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ കിഴക്കൻ ചൈന കടലിൽ 6 മുതൽ 10 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ഇത് കടൽ തീരത്ത് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഷെജിയാങ് പ്രവിശ്യയ്ക്ക് സമീപമുള്ള തീരദേശ ജലാശയങ്ങളിലും ബ്ലൂ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ കാലയളവിൽ 2 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്ന കപ്പലുകളിലും ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ തീരദേശ അധികൃതരോടും ആവശ്യപ്പെടുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കിഴക്കൻ ചൈനയുടെ തീരപ്രദേശങ്ങളിൽ നിവാസികൾ ഏറ്റവും പുതിയ ഈ ഒരു ചുഴലിക്കാറ്റ് പ്രവചനവും മുൻകൂർ മുന്നറിയിപ്പ് വിവരങ്ങളും സൂക്ഷ്മമായി തന്നെ പാലിക്കണമെന്നും ഈ ടൈഫൂണിന്റെ ആഘാതത്തിനായി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും നിർദ്ദേശിച്ചു.
നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ചുഴലിക്കാറ്റ് നേരെ ചൈനയിലോ ജപ്പാനിലോ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തീരദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കടലിൽ വേവ് അലേർട്ടും നൽകിയിട്ടുണ്ട്. ഇനി കേരളത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന പല അന്തരീക്ഷ ഘടകങ്ങളും ശക്തമായ മഴ പെയ്യാൻ അനുകൂലമാണ്. ഈ തെക്കൻ കർണാടക, തെക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിലും ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഞായറാഴ്ച മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കൻ തമിഴ്നാടിന് പുതുച്ചേരിക്ക് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയുമുണ്ട്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി 4.5 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 5 മുതൽ 8 വരെ തീയതികളിലാണ് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ നദികളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തേക്ക് ചേർന്ന് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അധികൃതരുടെ നിർദ്ദേശാനുസരണം വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ, ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കാണ് സാധ്യതയുള്ളത്. ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 462 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് 27,048 ആളുകളാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ 67.44 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് 53 വീടുകൾ പൂർണ്ണമായും 588 വീടുകൾ ഭാഗികമായും തകർന്നു. ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഡാമുകളും തുറന്നിട്ടുണ്ട്. തെക്കൻ ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ ശ്രീലങ്കൻ തീരം, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ ശ്രീലങ്കൻ തീരം, അതിനോട് ചേർന്ന തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണം. ചുഴലിക്കാറ്റ് നേരിട്ട് കേരളത്തെ ബാധിക്കില്ലെങ്കിൽ കൂടിയും അതിന്റെ സ്വാധീന ഫലത്താൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. വരും മണിക്കൂറുകൾ ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്.